ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 4 കോഡുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ കോഡ് പ്രണയം ടെക്നിക്ക്, അതായത് ഒരാളുടെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് ആഡ് ടെക്നിക്ക്, അതായത് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് പോളിഷ് ടെക്നിക്ക്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ നാലാമത്തേത് കൊഹ്സീവ് ഡിവൈസസ് അല്ലെങ്കിൽ ഫെവിക്കോൾ ടെക്നിക്ക്. അതിലൊന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്ന് ഇൻ ഓർഡർ ടു, നമ്മളെ ലക്ഷ്യം കറക്റ്റായി പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഡിൻ്റെ പേരാണ് കഴിവ് ടെക്നിക്ക്. ക്യാന് വെച്ചിട്ടാണ് ഇത് ചോദിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോഡില്ലാതെ ഇംഗ്ലീഷ് ഭാഷയിൽ അധിക സമയം സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കോഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കയറി വരുന്ന ഒരു കോഡാണ് ഇത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു കോഡുമാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ കഴിവ് ടെക്നിക്ക് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ക്യാനിൻ്റെ പൊസിഷൻ സെൻറ്റൻസിലെ ആദ്യത്തിലാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് കഴിയുമോ എന്നായിരിക്കും. മറിച്ച് ക്യാൻ ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിലാണെങ്കിൽ അപ്പോൾ അതൊരു ആൻസർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് കഴിയും എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൽ രണ്ടാമത്തെ കോഡാണ് ഇത്. ഒന്നാമത്തെ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നേരെ ക്യാനിൻ്റെ എക്സാമ്പിൾസ് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ക്യാൻ യു ഡു ദിസ് വർക്ക്. ക്യാൻ യു ഡു ദിസ് വർക്ക്, നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയുമോ. അപ്പോൾ ശ്രദ്ധിച്ചില്ല, സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലാണ് ക്യാൻ വന്നിട്ടുള്ളത്. ക്യാൻ യു, നിങ്ങൾക്ക് കഴിയുമോ. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുക്കുകയാണ്. അതായത് കഴിയുമെന്ന് പറയുകയാണെങ്കിൽ, അതായത് പോസിറ്റീവ് ആൻസറാണ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യെസ്, ഐ ക്യാൻ ഡു ദിസ് വർക്ക്. അപ്പോൾ അതിൻ്റെ മീനിങ് അതെ, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നോ, ഐ കാൺട്ട് ഡു ദിസ് വർക്ക്. നോ, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ പരിശോധിക്കാം. ക്യാൻ യു ഡ്രൈവ് എ കാർ. നിങ്ങൾക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ. ശ്രദ്ധിച്ചോ, ക്യാൻ യു, നിങ്ങൾക്ക് കഴിയുമോ. അപ്പോൾ അതിൻ്റെ ആൻസർ കഴിയുമെന്ന് പറയുകയാണെങ്കിൽ യെസ്, ഐ ക്യാൻ ഡ്രൈവ് എ കാർ, എനിക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി അഥവാ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നോ, ഐ കാൺട്ട് ഡ്രൈവ് എ കാർ, എനിക്ക് ഒരു കാറ് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്യാൻ യു റൈഡ് എ ബൈക്ക്. നിങ്ങൾക്ക് ഒരു ബൈക്ക് ഓടിക്കാൻ കഴിയുമോ. ശ്രദ്ധിച്ചോ, ക്യാൻ യു റൈഡ്. അപ്പോൾ അയാൾ മറുപടി കൊടുക്കുകയാണ് കഴിയുമെന്ന് പറയുകയാണെങ്കിൽ യെസ്, ഐ ക്യാൻ റൈഡ് എ ബൈക്ക്. മറിച്ച് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നോ, ഐ കാൺട്ട് റൈഡ് എ ബൈക്ക്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ക്യാൻ യു സ്വിം ലൈക്ക് എ ഫിഷ്. നിങ്ങൾക്ക് ഒരു ഫിഷിനെ പോലെ നീന്താൻ പറ്റുമോ അല്ലെങ്കിൽ കഴിയുമോ. അവിടെ ശ്രദ്ധിച്ചോ, ക്യാൻ യു സ്വിം, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ. അപ്പോൾ അയാൾ കഴിയുമെന്ന് പറയുകയാണെങ്കിൽ യെസ്, ഐ ക്യാൻ സ്വിം ലൈക്ക് എ ഫിഷ്, എനിക്ക് ഫിഷിനെ പോലെ നീന്താൻ കഴിയും. മറിച്ച് നീന്താൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നോ, ഐ കാൺ സ്വിം ലൈക്ക് എ ഫിഷ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒന്നും പാടി വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ക്യാൻ എന്ന വേർഡ് യുവിൻ്റെ കൂടെ മാത്രമല്ല ഉപയോഗിക്കുക. നമ്മൾ ഇന്നാൾ പറഞ്ഞ 8 സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മാക്സ് എന്നിവയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് യു എന്ന് എടുത്തു എന്നുള്ളൂ. നമുക്ക് ഈ 8 സബ്ജക്റ്റുകളും വെച്ചിട്ട് ഒരു വെബ് വെച്ചിട്ട് നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ക്യാൻ ഐ സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിയുമോ. ക്യാൻ യു സ്പീക്ക്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ. ക്യാൻ ദേ സ്പീക്ക്, ക്യാൻ വി സ്പീക്ക്, ക്യാൻ ഹി സ്പീക്ക്, ക്യാൻ ഷീ സ്പീക്ക്, ക്യാൻ ഇറ്റ് സ്പീക്ക്, ക്യാൻ മാക്സ് സ്പീക്ക്.
ഞാൻ ഇതിൻ്റെ ആൻസർ പോസിറ്റീവ് ആൻസേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് കഴിയുമെന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിയും. യു ക്യാൻ സ്പീക്ക്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ദേ ക്യാൻ സ്പീക്ക്, വി ക്യാൻ സ്പീക്ക്, ഹീ ക്യാൻ സ്പീക്ക്, ഷീ ക്യാൻ സ്പീക്ക്, ഇറ്റ് ക്യാൻ സ്പീക്ക്, മാക്സ് ക്യാൻ സ്പീക്ക്. ഇനി മറിച്ച് കഴിയില്ല എന്ന് പറയാണ്, നെഗറ്റീവ് ആൻസറാണ് കൊടുക്കുന്നതെങ്കിൽ ഐ ക്യാൻ സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. യു കാൺട്ട് സ്പീക്ക്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ദേ കാൺട്ട് സ്പീക്ക്, വി കാൺട്ട് സ്പീക്ക്, ഹീ കാൺട്ട് സ്പീക്ക്, ഷീ കാൺട്ട് സ്പീക്ക്, ഇറ്റ് കാൺട്ട് സ്പീക്ക്, മാക്സ് കാൺട്ട് സ്പീക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ക്യാനിൻ്റെ ഒരു യൂസാണ് പഠിച്ചത്, അതായത് കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസാണ് പഠിച്ചത്. അതുപോലെ തന്നെ ക്യാനിന് മറ്റൊരു യൂസും കൂടി ഉണ്ട്. ക്യാന് പെർമിഷൻ ചോദിക്കാനും ഉപയോഗിക്കും. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ള കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു കോഡുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.